ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ചോറ്, നെയ്ച്ചോറ്, അപ്പം, ഇടിയപ്പം, പുട്ട് എന്നിവയുടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ടു ദ വീഡിയോ. ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് 1 കിലോ ഉള്ളത്. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഒരു 8 വെളുത്തുള്ളി അല്ലി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 10 കഷ്ണം ചെറിയ ഉള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. സവാളയും ഉള്ളിയും ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് പൊടി ഐറ്റംസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമായി നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിൽ മസാല പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് നന്നായിട്ട് വെന്തതിന് ശേഷം പാത്രത്തിൻ്റെ അടപ്പ് നമുക്ക് തുറന്ന് നോക്കാം. വളരെ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ കറിയിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 10 മിനിറ്റ് തീ ഓഫ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.